പ്രീസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തിമോഥെയോസിനെ ശുശ്രൂഷയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ അന്ത്യകാലത്ത് സംഭവിപ്പാനുള്ള കാര്യങ്ങളും അന്ത്യകാലത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തുകയാണ്. അതിനുശേഷം അതിൻ്റെ 11-ാമത്തെ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നത് അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവം കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. താൻ പറയുകയാണ്, താൻ ഒത്തിരി ഉപദ്രവങ്ങൾ സഹിച്ചു. നമുക്ക് ലേഖനങ്ങളിലൂടെ മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കടന്നുപോയ ഉപദ്രവങ്ങൾ. പല വിധത്തിലുള്ള ആപത്തുകൾ, കള്ളന്മാരാലുള്ള ആപത്ത്, കടലിലെ ആപത്ത്, ഒത്തിരി പ്രതികൂലത്തിലൂടെ താൻ കടന്നുപോയി. ഇവിടെ താൻ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. അതാണ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പദം എന്നുള്ളത്. സങ്കീർത്തനം 34-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രതികൂലമില്ല എന്നല്ല, ക്രിസ്ത്യ ജീവിതത്തിൽ പ്രശ്നമില്ല എന്നല്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം അവയെല്ലാറ്റിൽ നിന്നും നമ്മെ വിടുവിക്കുന്നുണ്ട്. അതിൻ്റെ 12-ാമത്തെ വാക്കിൽ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അവിടെ പറയുകയാണ്, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. നീ ഭക്തിയോടാണോ ജീവിക്കുന്നതിൻ്റെ ജീവിതത്തിൽ ഉപദ്രവം ഉണ്ടാകും, ഉറപ്പാണ്. പക്ഷേ ഒരു കാര്യം, അതിൻ്റെ എല്ലാം മധ്യത്തിൽ നമുക്ക് പ്രത്യാശ നൽകുന്നത്, കർത്താവ് അവയെല്ലാറ്റിലും നമ്മെ വിടുവിക്കും. സ്തോത്രം. ഇതേ അപ്പോസ്തലൻ 4-ാമത്തെ അധ്യായം 2 തിമോഥെയോസ് 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ താൻ പറയുകയാണ്, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണ നിന്ന് പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. എന്നിട്ട് താൻ പറയുന്നത്, അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. കർത്താവിനെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്വർഗരാജ്യത്തിനായി രക്ഷിക്കും. സ്തോത്രം. സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും കർത്താവിനെ വിടുവിച്ചു. 3-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ടു, തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ ഉപദ്രവത്തിൽ നിന്നും കർത്താവ് തന്നെ വിടുവിക്കുകയാണ്. അവയെല്ലാറ്റിൽ നിന്നും കർത്താവിനെ വിടുവിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യമല്ലേ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ അനുഭവമല്ലേ, കഴിഞ്ഞ നാളുകളിൽ എത്രയോ ഉപദ്രവങ്ങൾ, എത്രയോ പ്രതികൂലങ്ങൾ താൻ 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞുകൊണ്ട് സിംഹത്തിൻ്റെ വായിൽ നിന്ന് വിടുവിച്ചു. 1-ാം പ്രതിവാദത്തിൽ ആരും തൻ്റെ കൂടെ നിന്നില്ല, പക്ഷേ കർത്താവ് എൻ്റെ കൂടെ തുണ നിന്ന് എന്നെ സഹായിച്ചു. അതൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ. പലരും നമ്മെ കൈവിട്ടപ്പോൾ, പലരും നാം പ്രതീക്ഷിച്ച പലരും, അല്ലെങ്കിൽ നമ്മെ സഹായിക്കാൻ കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും ഒക്കെ നമ്മെ കൈവിട്ടപ്പോൾ, നമ്മുടെ കൂടെ നിൽക്കാതിരുന്നപ്പോൾ, ദൈവം നമ്മുടെ കൂടെ നിന്ന് നമ്മെ സഹായിച്ച അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ജീവിതത്തിൽ പ്രതികൂലമുണ്ട്, പ്രശ്നമുണ്ടെന്ന് വെച്ച് അതിൽ നിന്ന് ഓടിപ്പോകാനല്ല, അതിൽ നിന്ന് മാറിപ്പോകാനല്ല. തീർച്ചയായിട്ടും കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന, നമ്മൾ വായിച്ചു കേട്ടതുപോലെ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപദ്രവമുണ്ട്. എന്നാൽ ദൈവം അതിൽ നിന്ന് നമ്മെ വിടുവിക്കും. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.